നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇറാൻ പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഒരു കാരണവശാലും അടങ്ങാൻ തയ്യാറല്ല എന്നാണ് പറയുന്നത്. ഇടയ്ക്കൊക്കെ UAE-യിലേക്കും മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കുമൊക്കെ ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇറാൻ്റെ കയ്യിൽ ഇപ്പോൾ തന്നെ 60% പ്യൂറായ ശുദ്ധമായ യുറേനിയം കൈവശമുണ്ട്. ഇത് 90% അതിലൂടെ ആണവ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തുവാനും ഇറാന് കഴിയും. അണ്വായുധങ്ങൾ വികസിപ്പിച്ചു വച്ചിട്ടുണ്ട്. ഇനി അത് സ്ഥാപിച്ച് ഇസ്രായേലിലേക്കും അമേരിക്കയിലേക്കുമൊക്കെ, അല്ലെങ്കിൽ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളുള്ള, സൈനിക താവളങ്ങളുള്ള രാജ്യങ്ങളിലേക്കുമൊക്കെ പ്രയോഗിച്ചാൽ മതി എന്നാണ് ഇറാൻ്റെ സ്പോക്സ് പേഴ്സണായിട്ടുള്ള ഇബ്രാഹിം റാസൈ പറയുന്നത്. 400 കിലോഗ്രാം യുറേനിയമാണ് ഇപ്പോൾ ഇറാൻ്റെ പക്കലുള്ളത്. എന്തായാലും അവർക്ക് ഒരു അണ്വായുധം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇറാനിലും ഉണ്ട്. 2004 തന്നെ ഇറാൻ ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പദ്ധതികളും തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഹെഡ് അടക്കം, വാർ ഹെഡ് അടക്കം വളരെ മികച്ച സംവിധാനങ്ങൾ, ബാലിസ്റ്റിക് മിസൈൽ സംവിധാനങ്ങളടക്കം ഇറാനിൽ സജ്ജീകരിച്ച് വച്ചിട്ടുണ്ടായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇറാൻ കടന്നുപോയിക്കൊണ്ടേ ഇരുന്നത്. ഇപ്പോഴിതാ ഇറാൻ ഭീഷണിപ്പെടുത്തുകയാണ്. ഇസ്രായേലിനെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നിമിഷ നേരങ്ങൾ കൊണ്ട് അവർക്ക് സാധിക്കും. കാരണം ഇപ്പോൾ തന്നെ 60% പ്യുവറായിട്ടുള്ള യുറേനിയം ഇറാൻ്റെ പക്കലുണ്ട് എന്നാണിപ്പോൾ ഇറാൻ നടത്തുന്ന ഈ വെല്ലുവിളി. അതിനിടയിൽ ഹോർമൂസിലെ ഉപരോധം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അമേരിക്ക ഒരു ഭാഗത്ത്, ഇറാൻ മറ്റൊരു ഭാഗത്ത്. ഇത് വലിയ ഊർജ്ജ പ്രതിസന്ധിയിലേക്കാണ് ലോകത്തെ കൊണ്ടു ചെന്നെത്തിച്ചിരിക്കുന്നത്. ഇന്ത്യയിലടക്കം ഓയിലിന്, ഇന്ധനത്തിന് വില കൂടേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. പെട്രോളിന് 5 രൂപയെങ്കിലും വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിൽ കൂടിയാണ്, അത്രമാത്രം ഒരു ഊർജ്ജ പ്രതിസന്ധിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഓയിൽ കമ്പനികളടക്കം തങ്ങൾ ഭീമമായ നഷ്ടത്തിലാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇന്ത്യയുടെ കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട് 60 ദിവസത്തിലധികം ഒരു സ്ട്രാറ്റജിക് റിസർവ് ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് കാര്യമായ രീതിയിലുള്ള ഒരു പ്രശ്നമൊന്നും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടില്ല. എന്തായാലും ഇതിനോടകം തന്നെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുകയോ, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഇന്ധനങ്ങൾ എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു നയതന്ത്ര സംവിധാനം തന്നെ ഇന്ത്യക്കുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് ഭാരതത്തിൻ്റെ സർക്കാർ ഇപ്പോഴും ബോധ്യപ്പെടുത്തുന്നത്. എന്തായാലും ആ രീതിയിൽ തന്നെ ഭാരതം എന്ത് തീരുമാനിച്ചു ആ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കി എടുത്തുകൊണ്ട് തന്നെയാണ് പുരോഗമിച്ചു പോകുന്നത്, മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. LPG അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നുണ്ട്, ഇറക്കുമതി ചെയ്യേണ്ട സമയങ്ങളിലൊക്കെയും ചെയ്യുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാനെ പോലുള്ള രാജ്യങ്ങൾ ആപത്തിൽ നിന്ന് ആപത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് അവരുടെ നയതന്ത്ര ചാനലുകൾ വഴിയും ഈ സംവിധാനങ്ങളുമായി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ചൈനയെ സഹായിക്കാൻ ഇറാൻ തയ്യാറാണെങ്കിലും അമേരിക്കയുടെ സൈനിക വ്യൂഹം ചൈനയുടെ ഏതെങ്കിലും തരത്തിലുള്ള എണ്ണ കപ്പലുകൾ ഇതുവഴി വന്നു കഴിഞ്ഞാൽ തടയുക തന്നെ ചെയ്യും. അതിനു വേണ്ടിയിട്ട് അവിടെ കാര്യങ്ങളെല്ലാം സജ്ജീകരിച്ച് വച്ചിട്ടുമുണ്ട്. അങ്ങനെ പല രീതിയിലാണ് ഇതിൻ്റെ കൺട്രോൾ നടക്കുന്നത്. അതിനിടയിൽ കൂടിയാണ് ഭാരതത്തിന് യഥേഷ്ടം തങ്ങളുടെ എണ്ണ കൊണ്ടുവരുവാനായിട്ട് കഴിയുന്നത് എന്നുള്ളതാണ്. ഭാരതത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങളെ മുന്നോട്ട് നീക്കുവാൻ ഭാരതത്തിന് കഴിയുന്നു എന്നതാണ് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ഇവിടുത്തെ ഒരു നേട്ടം എന്ന് പറയുന്നത്. പക്ഷേ പാകിസ്ഥാനെ പോലുള്ള രാജ്യങ്ങൾ പകച്ചു നിൽക്കുകയാണ്. ഭാരതത്തിന് വേണ്ടി മാത്രമല്ല, ബംഗ്ലാദേശിനെ പോലും സഹായിക്കുന്നുണ്ട് എന്നതാണ് ഈ അവസരത്തിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഭാരതത്തിൻ്റെ നയതന്ത്രവും കാര്യങ്ങളുമൊക്കെ മുന്നോട്ട് പോകുന്ന ഈ അവസരത്തിലാണ് ഇറാൻ്റെ ഇപ്പോഴത്തെ ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഇതാ ഞങ്ങൾ അണ്വായുധം ഉപയോഗിക്കുവാൻ പോകുന്നു ഇസ്രായേലിനെതിരെയും അമേരിക്കയ്ക്കെതിരെയും എന്ന രീതിയിൽ ഇറാൻ്റെ പ്രസ്താവന. അമേരിക്കയ്ക്കെതിരെ എന്ന് പറയുമ്പോൾ അമേരിക്കയിലേക്ക് നടത്തും എന്നതല്ല. കാരണം അത്രമാത്രം ദീർഘദൂരത്തേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അയക്കാൻ പറ്റുന്ന രീതിയിലുള്ള മിസൈൽ സംവിധാനം ഇറാൻ ഇപ്പോഴില്ല. പക്ഷേ ഒരു ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ ഇപ്പോഴും ഇറാനിലുണ്ട് എന്ന തരത്തിലാണ്. അതിന് റഷ്യ അവരെ സഹായിക്കുന്നൊക്കെ ഉണ്ട്. അത്തരത്തിൽ സംവിധാനങ്ങളുമായിട്ടാണ് ഇപ്പോൾ ഇറാൻ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇത് കനത്ത ഒരു പ്രശ്നത്തിലേക്കാണ്. ലോകത്തിൻ്റെ ഊർജ്ജ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം, ഊർജ്ജപാതയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വലിയ പ്രശ്നത്തിലേക്കാണ് കാര്യങ്ങൾ വഴുതി മാറുന്നത്. എന്തായാലും ഇതിന് ഉടനടി തന്നെ ഒരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ലോകം വലിയ നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്. ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ, അപൂർവം രാജ്യങ്ങൾ മാത്രമാണ് ഈ പ്രതിസന്ധിയിൽ നിന്ന് താൽക്കാലികമായിട്ടെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആശ്വാസം കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. ഭാരതത്തിൻ്റെ ജനതയ്ക്ക് വേണ്ടി അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഭാരതത്തിന് മാത്രമേ കഴിയുന്നുള്ളൂ എന്നതാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ ഊർജ്ജ സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയായി തീരുന്ന യുദ്ധം
ഈ ഉപരോധങ്ങളെല്ലാം അവസാനിപ്പിച്ച് വയ്ക്കേണ്ടതാണ്. ഇറാന് അമേരിക്ക നടത്തുന്ന എല്ലാ നിർദ്ദേശങ്ങളോടും യോജിക്കുവാൻ കഴിയുന്നില്ല. നേരെ മറിച്ച് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇറാൻ പറയുന്ന കാര്യങ്ങളും, കാരണം ഇറാൻ ഏത് സമയത്തും കളം മാറി ചവിട്ടും. ഇപ്പോൾ തന്നെ ഈ ഭീഷണി ഒന്ന് നോക്കൂ, 60% യുറേനിയം തങ്ങളുടെ പക്ഷത്തുണ്ട്, ഞങ്ങൾ ഏത് സമയത്തും 90% മാറ്റും. അങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന രാജ്യത്തിൻ്റെ കയ്യിൽ എങ്ങനെയാണ് ഈ യുറേനിയം നിക്ഷേപം വെച്ചു കൊടുക്കാൻ പറ്റുക? ഇറാനിൽ നിന്ന് ഈ യുറേനിയം മാറ്റണമെന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ട്. അത് ശരിയുമാണ്. അത് ഇസ്രായേൽ പറഞ്ഞാലും അമേരിക്ക പറഞ്ഞാലും അത് ശരിയുമാണ്. തീർച്ചയായിട്ടും ഇറാൻ അതിൽ നിന്ന് മാറ്റേണ്ടി വരും. ദിമോണ മേഖലയിലേക്കൊക്കെ ഇറാൻ നടത്തിയ ആക്രമണത്തിന് വളരെ കൃത്യമായ തിരിച്ചടി ഒക്കെ ഇസ്രായേലിന് കൊടുക്കുവാൻ കഴിഞ്ഞു. അവരെ ബുഷർ മേഖലയിലേക്കും അതോടൊപ്പം തന്നെ ഇസ്ഫഹാൻ മേഖലയിലും ഒക്കെ ആക്രമണം നടത്തി, ശക്തമായ ആക്രമണം നടത്തി. ഇറാൻ്റെ ഏകദേശം വലിയ ഒരു ശതമാനത്തോളം യുറേനിയം അറ്റാക്ക് ചെയ്തുകൊണ്ട് നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോഴും ഇറാൻ പറയുന്നത് ഈ രീതിയിലാണ്. അങ്ങനെ ഒരു ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നമുക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ, ഇറാനുമായി സഹകരിക്കാനൊന്നും സാധിക്കുകയില്ല എന്നുള്ളതാണ് വസ്തുത. ഇനി മറ്റൊരു വാർത്തയിലേക്ക് കൂടി കടക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇന്ത്യയിൽ ഹിന്ദുക്കൾക്കെതിരെ നിരന്തരമായിട്ടുള്ള വിദ്വേഷ പ്രസംഗങ്ങളും കൊലപാതക പ്രസംഗങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്കെതിരെ, അത് ഇന്ത്യക്ക് അകത്തു നിന്നല്ല, ഇന്ത്യക്ക് പുറത്തു നിന്ന്, അത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ കൂടി ഇതിനോടൊപ്പം ചേരുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് മമതാ ബാനർജി തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പിയത്. കാരണം ഹിന്ദുക്കൾക്കെതിരെ ഇത്തരം നീക്കങ്ങൾ നടത്തുമ്പോൾ അതിന് മൗനാനുവാദം കൊടുക്കുന്ന തരത്തിലാണ് മമതയുടെ പെരുമാറ്റം. ആ പെരുമാറ്റം നടത്തിയ മമതാ ബാനർജിയെ ഇലക്ഷനിൽ പരാജയപ്പെടുത്തി. ഇന്നോളം ഈ 15 വർഷ കാലയളവിൽ എന്തൊക്കെയാണ് മമത നടത്തിയ നീക്കങ്ങൾ എന്നതിനെപ്പറ്റി വ്യാപകമായ അന്വേഷണം നടക്കുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു പോസ്റ്റ് ദാമു എന്നൊരു ആൾ ഫേസ്ബുക്കിൽ, ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ്, ദാമു എന്ന സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ഫേസ്ബുക്കിൽ രേഖപ്പെടുത്തിയ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റാണിത്. ഇന്ത്യക്കും ഹിന്ദുക്കൾക്കുമെതിരെ വിദ്വേഷം പരത്തുന്ന ഒരു ബംഗ്ലാദേശി നേതാവിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഇൻസാഫ് കായംകാരി ഛാത്ര ശ്രമിക് ജനത എന്ന സംഘടനയുടെ നേതാവാണ് ഇയാൾ. പാകിസ്ഥാൻ്റെയും ഇന്ത്യയിലെയും മുസ്ലിങ്ങളുടെ സഹായത്തോടെയാണ് തങ്ങൾ ചില നീക്കങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നു. ഇന്ത്യയെ ആക്രമിക്കുമെന്ന് ഇയാൾ ഈ വീഡിയോയിൽ പറയുന്നു. പ്രസംഗത്തിലെ പ്രധാന കാര്യങ്ങൾ ഇവയാണ്: ഇന്ത്യ ആക്രമിക്കപ്പെടും, ഇതിനായിട്ട് ഞങ്ങളുടെ ആവശ്യമില്ല, ഇന്ത്യയുടെ തന്നെ മുസ്ലിങ്ങൾ ഇതിന് ധാരാളമാണ്, പക്ഷേ ഇതിന് സഹായകരമായിട്ട് പാകിസ്ഥാൻ്റെയും കൂടി സഹായം ഞങ്ങൾ തേടും. വെറും 3 മണിക്കൂർ കൊണ്ട് ഇന്ത്യയെ കീഴടക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെല്ലാം തകർക്കപ്പെടും. ഇതിന് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ തന്നെ ധാരാളമാണ്. 40 കോടി മുസ്ലിങ്ങൾ ഒന്നിച്ചാൽ ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ കഴിയില്ല. മോദി, യോഗി, രാജ്നാഥ് സിംഗ് തുടങ്ങിയ നേതാക്കൾ മുസ്ലിങ്ങളോട് മാപ്പ് പറയേണ്ടി വരും എന്നിങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അയാളുടെ പ്രസ്താവനകൾ പോകുന്നതെന്നാണ് ദാമു പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ രീതിയിൽ നിരവധിയായിട്ടുള്ള മുസ്ലിം മത നേതാക്കന്മാർ ഇന്ത്യക്കെതിരെ പ്രസ്താവന നടത്തുന്നുണ്ട്. എന്തായാലും മമതാ ബാനർജിയുടെ ബംഗാളിന് തൊട്ടടുത്തുള്ള ബംഗ്ലാദേശിൽ നിന്നാണ് ഈ മമതാ ബാനർജിയുടെ എന്ന് പറയുന്നില്ല, കാരണം നേരത്തെ ആയിരുന്നു മമത അവിടുത്തെ മുഖ്യമന്ത്രി, ഇപ്പോൾ മുൻ മുഖ്യമന്ത്രിയാണ്. മമത ഏകദേശം ഉള്ളിൽ പോകാൻ കണക്കിനുള്ള എല്ലാ ചെയ്തികളും ചെയ്തു വച്ചിട്ടുണ്ട്, വിക്രിയകളും ചെയ്തു വച്ചിട്ടുണ്ട്. എന്തായാലും ആ കാര്യങ്ങളൊക്കെയും അന്വേഷണ വിധേയമാക്കപ്പെടും. ഇങ്ങനെ പലതരത്തിലുള്ള ഇന്ത്യയുടെ മുസ്ലിങ്ങളെ ഇളക്കി വിടുവാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഡിജിറ്റൽ ജിഹാദ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കലീമ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കലീമ മോഡൽ, പഹൽഗാം മോഡലുള്ള ആക്രമണങ്ങൾക്ക് പോലും അവർ തുടക്കം കുറിച്ച് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എന്തായാലും ഇതിനെയൊക്കെ ശക്തമായിട്ട് പോരാടി തോൽപ്പിക്കുവാൻ കണക്കിനുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ ഭാരതത്തിലുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഭീഷണികൾ ലോകത്തിൻ്റെ പല ഭാഗത്ത്, അത് ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നൊക്കെ വരുന്നതിനെയൊക്കെ ഭാരതം അമർച്ച ചെയ്യും. പക്ഷേ ഇത് ജാഗ്രതയോടുകൂടി കരുതിയിരിക്കേണ്ടതാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.